നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകളടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും അന്തരീക്ഷത്തോടും സർവചരാചരങ്ങളോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിക്കുന്നതായി, ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും പ്രവഹിക്കുന്നതായി, ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പരിപൂർണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ പ്രപഞ്ചം മുഴുവൻ സ്നേഹം വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി വീണ്ടും സ്വാഗതം ചെയ്യുന്നു ഹാർട്ട്ഫുൾനെസ് സഹജ്മാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക്. വളരെ ലളിതമായിട്ടുള്ള ഒരു സാധന പദ്ധതിയാണ്. ഇതിൽ ചാർജസ് ഒന്നുമില്ല. അപ്പോൾ ഇതിലെങ്ങനെ ജോയിൻ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആധ്യാത്മിക സാധനയിലെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പ്രാർത്ഥനയാണ് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തു. പ്രാർത്ഥന എന്നുള്ളതൊരു ഭാവമാണ്. പ്രാർത്ഥനയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് ചെയ്യുക. നമ്മൾ ഭൗതിക തലത്തിൽ പ്രാർത്ഥന എന്നുള്ള പദം ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഒന്ന് ആവശ്യപ്പെടുന്നത് പോലെ. പക്ഷെ അവിടെ നമ്മുടെ പ്രതീക്ഷകൾ, നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് ഇടപെടുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ തന്നെ കംഫോർട്ട് സോണിൽ നിന്നാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻപേ ഉണ്ടായിട്ട് അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി നമ്മൾ അത് തന്നെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥന നമ്മളെ ഈ തലത്തിൽ നിന്ന് ട്രാൻസെൻഡ് ചെയ്യാൻ പലപ്പോഴും സഹായിക്കുന്നില്ല. പ്രാർത്ഥനാ ഭാവത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഡയമെൻഷനിലുള്ള പ്രവൃത്തികൾ
നമ്മളാലാകും വിധത്തിൽ സത്യസന്ധമായിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡോട് കൂടിയിട്ട് സ്നേഹത്തോട് കൂടിയിട്ട് കമ്പാഷനോട് കൂടിയിട്ട് ചെയ്തിട്ട് നമ്മളെ തന്നെ ഹംബിളായിട്ട് സമർപ്പിക്കുക. ലിവിങ് ഡെഡ് കണ്ടീഷൻ എന്നൊക്കെ നമ്മുടെ മാസ്റ്ററായിട്ട് ബാബുജി മഹാരാജ് പറയുന്നത്. പ്രവൃത്തി ചെയ്യാതെ മടിയനായിരിക്കുന്ന ഒരാളല്ല ഇവിടെ പ്രാർത്ഥന നടത്തുന്നത്. തന്നാൽ ആവുന്ന വിധത്തിൽ തനിക്ക് ലഭിച്ചിട്ടുള്ള കഴിവുകളും ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുകയാണ്. ഞാനും ഈ വിശാലമായിട്ടുള്ള ഈ യൂണിവേഴ്സൽ സ്കീമിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് സത്യസന്ധമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയാൾ ശരിക്കും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. കാരണം ബോസിന്റെ ശ്രദ്ധ ഓട്ടോമാറ്റിക്കായിട്ട് പതിയുന്നു. ഞാൻ അവൈലബിൾ ആണ്, ഓൾവേസ് അവൈലബിൾ എന്നുള്ള ആ ഒരു ബോധത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്തിനാ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? അതിന്റെ ആവശ്യമില്ല. പക്ഷെ എങ്കിലും ആധ്യാത്മിക തലത്തിൽ പ്രാർത്ഥന എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യം. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ഐഡന്റിഫൈ ചെയ്യണം എന്ന് ആദ്യം പറഞ്ഞു. നമ്മുടെ ഈ സ്റ്റേറ്റിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇവിടെയല്ല ഇതിന്റെ എല്ലാം കൺട്രോളിൽ ഇരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ജീവിതത്തിനെ ഡ്രൈവ് ചെയ്യുന്ന പ്രപഞ്ചത്തിന്റെ ഒരു ഋതമുണ്ട്. ആ ഋതത്തിന് ആധാരമായിട്ടുള്ള ഒരു സ്രോതസ് ഉണ്ട് എന്നുള്ള ആ ബോധം നമ്മുടെ ഉള്ളിലുണ്ട്, ആ വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ട്. എല്ലാവരും അതിന്റെ പാർട്ടിസിപ്പൻസ് ആണ് എന്ന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരിക്കലും ഒരു പെർഫെക്റ്റ് ആയിട്ട് ഒരു സ്റ്റേറ്റ് ഉണ്ടാവില്ല എന്നൊരു തിരിച്ചറിവും അവിടെ ഉണ്ട്. എത്ര ശ്രമിച്ചാലും ആ പെർഫെക്ഷനെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പൂർണ്ണമായിട്ട് സാധിക്കില്ല. മഹാത്മാഗാന്ധിജി യൂക്ലിഡ്സ് ജോമെട്രിയിലെ സ്ട്രെയിറ്റ് ലൈനിന്റെ സിദ്ധാന്തം എപ്പോഴും പറയാറുണ്ട്. ഒരിക്കലും നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ പറ്റില്ല. എത്ര വരച്ചാലും ഭൂമിയുടെ കർവേച്ചർ അനുസരിച്ച് വളഞ്ഞു തന്നെ ഇരിക്കും. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ളത് ഒരു തിയറി മാത്രമാണ്. പക്ഷെ നമുക്ക് അവിടെ എത്തിച്ചേരണം എന്നുണ്ട്. അപ്പോൾ നമ്മളിലെ ഉള്ളിലുള്ള ന്യൂനതകളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. ആ അന്വേഷണത്തിൽ, ആ ഒരു പൂർണ്ണമായിട്ട് സ്നേഹത്തിന്റെ മാനിഫെസ്റ്റേഷനിൽ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഈ പ്രവൃത്തിയിൽ നമ്മുടെ ബോധം എക്സ്പാൻഡ് ചെയ്ത് വരുന്നത് നമ്മൾ തന്നെ അറിയുന്നു. നമ്മൾ ഈ തിരിച്ചറിവിലൂടെ. അപ്പൊ പർപ്പസ് മനസ്സിലായി. സഹജമാർഗ പ്രാർത്ഥനയിൽ ഓ മാസ്റ്റർ ദ വാട്ട് ദ റിയൽ ഗോൾ ഓഫ് ഹ്യൂമൻ ലൈഫ് എന്ന് നമ്മൾ മെഡിറ്റേഷന് മുമ്പേ പറയുന്നു. ആരാണ് ഈ പ്രാർത്ഥന പറയുന്നത്? ഞാനാണ്, ഈഗോ ആണ്. അപ്പൊ ഞാൻ എന്നുള്ള ഭാവം മോശപ്പെട്ട ഒരു സാധനമാണെന്ന് പറയുന്നത് തെറ്റാണ്. ഞാൻ എന്നെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഞാനില്ലെങ്കിൽ ആരാണ് പ്രവർത്തിക്കുക? ആരാണ് ഈ ധ്യാനിക്കുക? ആരാണ് പ്രാർത്ഥന ചെയ്യുക? അപ്പൊ ഞാനാണ് അവിടെ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഞാൻ തിരിച്ചറിയാണ് എനിക്ക് അങ്ങയെ പൂർണ്ണമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിന്റെ കാരണം എന്താണ്? ഞാൻ ആശകൾക്ക് അടിമയാണ്. വി ആർ യെറ്റ് ബട്ട് സ്ലേവ്സ് ഓഫ് വിഷസ് പുട്ടിംഗ് ബാർ ടു അഡ്വാൻസ്മെന്റ്. ഞങ്ങൾ അടിമകളാണ്. രണ്ട് രീതിയിൽ മനസ്സിലാക്കാം. ഞങ്ങൾ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള പേഴ്സണാലിറ്റീസ് അടിമകളാണ്. നമ്മൾ പലതും ഞാനാണെന്ന് തെറ്റിദ്ധരിച്ച് അതിലൊക്കെ പോയി അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുക. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കഴിവിനെ മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാനൊരു ഡോക്ടറാണ്. ഡോക്ടർ എന്ന നിലയ്ക്ക് ഞാൻ പ്രവർത്തിക്കുമ്പോൾ എൻ്റെ പഠിച്ചിട്ടുള്ള അറിവ് മാത്രം ഉപയോഗിക്കുമ്പോൾ എൻ്റെ വേറൊരു ഡയമെൻഷൻ, ഹ്യൂമെയിൻ ഡയമെൻഷൻ ഞാൻ ഉപയോഗിക്കുന്നില്ല. ഒരു രോഗി ചികിത്സിക്കാൻ പറ്റാത്ത ഒരു അസുഖമായിട്ട് നമ്മളെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിന് ചികിത്സ ഇല്ല എന്ന് പറയുമ്പോൾ അത് എവിടെ നിൽക്കും? നമ്മൾ വളരെ നാരോ ആയിട്ട് ഡയമെൻഷൻ. അതിനേക്കാളും ഉയർന്ന ഒരു വിശാലമായിട്ടുള്ള ഒരു ഡയമെൻഷൻ, ഹ്യൂമെയിൻ ഡയമെൻഷൻ. എന്താണ് ശരിക്കും ചികിത്സ? മനസ്സമാധാനം കൊടുക്കുക എന്നുള്ളതാണ്, സന്തോഷം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ സമാധാനം കൊടുക്കാത്ത ഒരു തത്വശാസ്ത്രത്തിന് എന്താ അർത്ഥമുള്ളത്? സ്നേഹം നൽകാൻ പറ്റാത്ത ഒരു തത്വശാസ്ത്രത്തിന് എന്താ അർത്ഥമുള്ളത്? നമ്മൾ ഒരു ഇന്ററാക്ഷനിലും ശരിക്കും ആകെ കൈമാറേണ്ടത് സ്നേഹമാണ്, പോസിറ്റിവിറ്റിയാണ്. മറ്റതെല്ലാം ഇല്ലാണ്ടാവും. നമ്മൾ എത്ര ചികിത്സിച്ചാലും എത്ര നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്താലും അതെല്ലാം മാഞ്ഞു പോകും. നമ്മൾ കടൽ തീരത്ത് കാസൽസ് ഉണ്ടാക്കുന്ന പോലെ അടുത്ത തിരയിലും മാഞ്ഞു പോകും. അപ്പൊ അതല്ല നമ്മുടെ ഉദ്ദേശം. ആ ഒരു ഇന്ററാക്ഷനിൽ നടത്തുന്ന സ്നേഹത്തിന്റെ ഒരു ഷെയറിങ് ഉണ്ട്. അത് ഡോക്ടർ രോഗിക്ക് മാത്രമല്ല, രോഗി ഡോക്ടർക്കും കൊടുക്കുന്നു. കസ്റ്റമർ ഷോപ്പ് കീപ്പർക്കും, ഷോപ്പ് കീപ്പർ കസ്റ്റമർക്കും കൊടുക്കുന്നു. സഹനാവതു സഹനവ് ഭുനക്തു എന്ന് സഹവീര്യം കരവാവഹേ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹേ ഓം ശാന്തി ശാന്തി ശാന്തി. നമ്മുടെ ഒരു മന്ത്രമാണ്. നമ്മൾ ഒരുമിച്ചാണ് ഉയരുന്നത്.
ഈ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ വേണം. ആരും ഇവിടെ ഉയർന്നതുമല്ല, ആരും ഇവിടെ താണതുമല്ല. ഒരു ഡോക്ടർ ക്യാബിനിൽ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? പുറത്ത് പേഷ്യൻസിലുണ്ട്. ഒരുപക്ഷെ നമ്മളെക്കാളും അറിവുള്ള, നമ്മളെക്കാളും ഉയർന്ന ആൾക്കാർ പേഷ്യൻസ് ആയിട്ട് ഉണ്ട്, ഉറപ്പാണ്. എനിക്ക് അനുഭവമുണ്ട്. പേഷ്യൻസ് നമ്മളെ ഇങ്ങോട്ട് പഠിപ്പിക്കും. രോഗത്തിൽ അങ്ങ് അറ്റത്തെത്തിയിട്ടില്ല, ഇനി ചികിത്സയൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ വന്നിട്ട് നമ്മളെ സമാധാനം, അതൊന്നും സാരമില്ല, ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് സമാധാനിപ്പിക്കുന്ന രോഗികളുണ്ട്. നമ്മളെ പോസിറ്റീവായിട്ട് ഉയർത്തുന്ന രോഗികളുണ്ട്. അപ്പൊ ആരാണ് രോഗി? ഡോക്ടറാണോ രോഗി? രോഗിയാണോ രോഗി? ഈ പരസ്പരം ഷെയർ ചെയ്യുന്ന ഈ സ്നേഹമാണ് യഥാർത്ഥത്തിൽ തിരിച്ചറിയുമ്പോൾ നമ്മൾ വേറൊരു ഡയമെൻഷൻ ഉപയോഗിക്കും, ഹ്യൂമെയിൻനെസ്. നമ്മൾ ഹമ്പിളായിട്ട് നമ്മുടെ അറിവിനെ ഉപയോഗിക്കും. അതിനുശേഷം ഹ്യൂമെയിൻനെസ്, എൻ്റെ മനുഷ്യപരമായിട്ടുള്ള കഴിവുകൾക്കും ഒരു അവസാനമുണ്ട്. അത് നമ്മുടെ ഈ ഫാക്കൽറ്റീസ് ഉപയോഗിക്കാൻ പറ്റും മാത്രമേ ഉള്ളൂ. ശരീരം വർക്ക് ചെയ്യും മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ നമ്മൾ അബോധാവസ്ഥയിലായിരിക്കും, നമ്മൾ ചിലപ്പോൾ ഉറങ്ങുകയായിരിക്കും. അപ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ആകെ ലോകമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നൊരു ജാഗ്രത അവസ്ഥയിൽ മാത്രം, ബാക്കി സമയത്ത് നമുക്ക് ആരെയും സഹായിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അപ്പോഴും സഹായിക്കാം എന്നാണ് സഹജമാർഗം പഠിപ്പിക്കുന്നത്. സഹജമാർഗത്തിലെ പ്രാർത്ഥന രാത്രി കിടക്കുമ്പോൾ പറയണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മൾ ഉറങ്ങുന്ന അവസ്ഥയെ വെറുതെ കളയാണ്. നമ്മൾ സ്വപ്നം കണ്ടിട്ട് ഒരു ഉപയോഗമില്ലാതെ പോകുന്ന ആ ടൈം റിലാക്സേഷൻ കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും, പക്ഷേ നമ്മളവിടെ ആക്റ്റീവായിട്ടൊരു പാർട്ടിസിപ്പേഷനും നടത്തുന്നില്ല. അവിടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഹയർ എൻറ്റിറ്റിനെ ഏൽപ്പിക്കുക. എൻ്റെ ഉള്ളിൽ ഹയർ എൻറ്റിറ്റി സ്വപ്നത്തിലൂടെ സുഷുപ്തി അവസ്ഥയിലൂടെ സഞ്ചരിക്കുന്ന ഹയർ എൻറ്റിറ്റിക്ക് ഏൽപ്പിക്കുകയാണ് ഇതേ പ്രാർത്ഥന. ഓ മാസ്റ്റർ, ദ ആർ ദ റിയൽ ഗോൾ ഓഫ് ഹ്യൂമൻ ലൈഫ്. വി ആർ ഇറ്റ് ബട്ട് സ്ലേവ്സ് ഓഫ് വിഷസ് പുട്ടിംഗ് ബാർ ടു അഡ്വാൻസ്മെന്റ്. മൂന്നാമത്തെ ആയിരുന്നു, ദൗ ആർ ദ ഓൺലി ഗോഡ് ആൻഡ് പവർ ടു ബ്രിങ് us അപ്പ് ടു ദാറ്റ് സ്റ്റേജ്. ആ ഘട്ടത്തിലേക്ക് എത്തിക്കാനുള്ള ഈശ്വരനും ശക്തിയും അങ്ങ് മാത്രമാണ് എന്ന് നമ്മൾ ഉറങ്ങുമ്പോൾ പ്രാർത്ഥനാഭാവത്തിൽ മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ കൈപിടിക്കുന്നത് ആരെയാണ്? നമ്മൾ ഹയസ്റ്റ് എൻറ്റിറ്റി, മാസ്റ്ററെ കൈപിടിക്കുന്നു. അപ്പോൾ ഏത് അവസ്ഥയിലൂടെ പോകുമ്പോഴും അച്ഛൻ്റെ കൈ പിടിച്ച് സഞ്ചരിക്കുന്ന കുട്ടിയെ പോലെ അതിലൂടെ പോകുന്നു. ഒരിക്കലും നമ്മൾ നമ്മുടെ യഥാർത്ഥ സ്റ്റാറ്റസ് വിസ്മരിക്കുന്നില്ല. അപ്പോൾ ഉറക്കത്തിലുള്ള അവസ്ഥയും പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നു. നമ്മളിലൂടെ സ്നേഹം അപ്പോഴും പുറത്തേക്ക് പ്രവഹിക്കുന്നു. നമ്മൾ മഹാത്മാക്കളായിട്ടുള്ള വ്യക്തികളുടെ വയ്യാതെ കിടക്കുന്ന കാലത്ത് ചെന്ന് നോക്കും, അവരിൽ നിന്ന് നമുക്ക് ശാന്തത ലഭിക്കുന്നു. അവര് സമാധി സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നു. എന്താണ് ഈ സമാധി സ്ഥലത്ത് പോകേണ്ട പ്രാധാന്യം? കാരണം അവര് ഈ ജീവിതം കടന്നു പോയിട്ടും അവർക്ക് പിന്നെയും അത് നൽകാൻ പറ്റുന്നു. ശരീരത്തിന് അപ്പുറം അവർ കടന്നിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു തലമുണ്ട്, നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അനുഭവിക്കുന്നു. നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട്, നമ്മൾ എന്ത് പ്രതീക്ഷ അവിടെ പോകുന്നു? അവിടെ എന്താ കിട്ടാനുള്ളത്? കാരണം എന്താണ്? നമ്മൾ അറിയുന്നു നമ്മളെക്കാളും ഹയർ ഒരു സ്റ്റേറ്റ് ഉണ്ട്, അവിടെ നിന്നും കോൺഷ്യന്റ് ഫ്ലോ പോസിബിൾ ആണ്. അത് എൻ്റെ ഉള്ളിൽ നിന്നും എനിക്കും പോസിബിൾ ആണ്. അതാണ് പ്രാർത്ഥനാഭാവത്തിൽ നമ്മൾ എത്തുമ്പോൾ സംഭവിക്കുന്നത്. നമ്മൾ ഏറ്റവും ഹയസ്റ്റ് എൻഡിയെ സ്വയം സമർപ്പിച്ചിട്ട്, ഞാൻ എന്നുള്ള ഈ ഭാവത്തെ അദ്ദേഹത്തിന് സമർപ്പിച്ച്, അദ്ദേഹമാണ് പിന്നെ ഞാനല്ല. ശരിക്കും ഒരു വലിയൊരു റിലാക്സേഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ സ്ട്രെസ്സേ ഇല്ല. നമ്മൾ ജോലികൾ ചെയ്യുന്നു. പതഞ്ജലി യോഗശാസ്ത്രത്തിൽ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നുള്ള 8 സ്റ്റെപ്പ് പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഉദ്ദേശം? നമ്മൾ യമനിയമങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ഈ ലോകത്തിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ, സത്യസന്ധമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു യൂണിറ്റി കൊണ്ടുവരാൻ സാധിക്കും. സത്യം പറയാൻ വളരെ എളുപ്പമാണ്. ഒരുപാട് സത്യങ്ങളില്ല, ഒരു സത്യമുള്ളൂ. നുണകൾ കുറയുണ്ട്. നുണ പറയണമെങ്കിൽ ബുദ്ധി ഉപയോഗിക്കുന്നത്. വെറുക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. സ്നേഹിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പൊ നമ്മൾ ഏകീകൃതമാവും. അതുപോലെ തന്നെ ആസനസ്ഥനായിരിക്കും ഒരു സ്ഥലത്ത് നമുക്ക് ഇരിക്കാൻ സാധിക്കുക. നമ്മുടെ ശരീരം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും വിഡ്രോ ചെയ്ത് ഒരു സ്ഥലത്ത് ശാന്തമായിട്ട് ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും, ഒരു ക്ലാസ്സിൽ കുട്ടികളെ അച്ചടക്കത്തോട് ടീച്ചർ സ്നേഹത്തോടെ ഇരുത്തുന്ന പോലെ നമുക്ക് ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ ശരീരം പിന്നെ നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല. ശരീരത്തിൽ നമ്മുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. നമ്മുടെ ശ്വാസം, നമ്മൾ ടെൻഷനായിട്ടിരിക്കുമ്പോൾ ശ്വാസം വേഗമാവും. റിലാക്സ്ഡ് ആയിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ശ്വാസം സമാധാനത്തിൽ പോകണം. അതാണ് പ്രാണായാമം എന്ന് പറയുന്നത്. അതിന് ശരിക്കും നമ്മൾ പ്രത്യേകിച്ച് ഒരു പ്രാക്ടീസ് വേണ്ട എന്ന് സഹജമാർഗത്തിൽ മാസ്റ്റേഴ്സ് പറയും. നമ്മൾ ശരിക്കും സെൻറ്റേർഡ് ആയിട്ട് ലക്ഷ്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ സ്ട്രെസ് എല്ലാം പോകുന്നു, നമ്മുടെ ബ്രീത്ത് റെഗുലേഷനോ സംഭവിക്കുന്നു. പിന്നെ ഇന്ദ്രിയങ്ങളെ നമ്മൾ ഉള്ളിലേക്ക് തിരിക്കുക. ഇന്ദ്രിയങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടം മാറ്റിയിട്ട്, മഹാത്മാഗാന്ധിജിയുടെ 3 കുരങ്ങന്മാര്,
കാണേണ്ടത് മാത്രം കാണുക, കേൾക്കേണ്ടത് മാത്രം കേൾക്കുക, നല്ലത് മാത്രം പറയുക, എല്ലാവരും ഉയർത്തുന്ന പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ഇന്ദ്രിയങ്ങൾക്ക് അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സ് വളരെ പ്യുവറായി. അങ്ങനെയാകുമ്പോൾ നമ്മൾ ധ്യാനത്തിന് തയ്യാറായി. അപ്പോഴാണ് ധാരണ എന്ന് പറയുന്നത്, കോൺസെൻട്രേറ്റഡ് മൈൻഡ്. അപ്പോൾ നമ്മൾ ഇതൊന്നും ചെയ്യാതെ നേരിട്ട് പോയിട്ട് പ്രാർത്ഥനയിലിരിക്കുമ്പോൾ നമുക്ക് സാധിക്കാത്തത്, പ്രാർത്ഥന ചെയ്യാൻ പറ്റാത്തത് ഇതുകൊണ്ടാണ്. പ്രാർത്ഥന കണ്ണടച്ചിരിക്കുമ്പോൾ തന്നെ എന്താ ചോദിക്കേണ്ടത് അറിയില്ല, ഈശ്വരനോട് എന്താ ചോദിക്കേണ്ടത് നമുക്കറിയില്ല. പലതും ചോദിക്കുന്നു, ശരിക്കും എന്താ ചോദിക്കേണ്ടത്? ഒരു കാര്യം മാത്രമേ ചോദിക്കുള്ളൂ, അങ്ങ് എൻ്റെ ഒപ്പമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, അങ്ങയുടെ ഇഷ്ടപ്രകാരം എന്താണോ അങ്ങ് ആഗ്രഹിക്കുക അതുപോലെ പ്രവർത്തിക്കാൻ എന്ന ഇൻസ്ട്രുമെന്റ് ആയിട്ട് എനിക്ക് മാറണം, എപ്പോഴും അങ്ങയുടെ ഭക്തനായിരിക്കണം എന്നുള്ള ആ ഒരു ലെവലിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തരത്തിൽ ട്രൂത്ത്ഫുൾ ആയിട്ട് ലൈഫ് ലീഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പ്രാർത്ഥനയെ കുറിച്ചിട്ട് വീണ്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത സെഷൻ വരേക്കും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.